സിനിജി, ജൂതപ്പട യമനെ കത്തിച്ചിരിക്കുകയാണ്. ഹമാസിനെ കത്തിച്ചതുപോലെ യമന്റെ ഭാഗങ്ങളെല്ലാം, അതായത് അവസാനത്തെ വിമാനത്താവളവും തകർത്ത് തരിപ്പണമാക്കി. എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ് വലിയ ഭീഷണി ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, 48 മണിക്കൂറിൽ ഇസ്രായേലിന് നേരെ തുടർച്ചയായിട്ട് വ്യോമാക്രമണം ഹൂത്തികൾ നടത്തിയിരുന്നു. അവിടുത്തെ ബെൻഗിയോൺ വിമാനത്താവളം, അതായത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിന് സമീപത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളമാണ്. ഇതിന് നേർക്കാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മൾ കരുതുന്നത് ഇസ്രായേലിൻ്റെ കയ്യിൽ അമേരിക്ക നൽകിയ താഡ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അയൺ ഡോം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള മിസൈലാണ് അവർ ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയുള്ള മിസൈൽ ഉപയോഗിച്ച് അവരുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കുകയും ഈ ബെൻഗിയോൺ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ ഈ ആക്രമണം എത്തുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ടെൽ അവീവിന് സമീപത്തുള്ള വിമാനത്താവളത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിലെ വിമാനത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചാൽ ഇസ്രായേലിന് അത് വലിയ ആഘാതമായിരിക്കും. അന്ന് മുതൽ തന്നെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങി. ഈ തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. സന എന്ന് പറയുന്ന എയർപോർട്ടിലെ അവസാനത്തെ യമനീസ് എയർവേസിൻ്റെ വിമാനവും തകർത്തു. നേരത്തെ ഇതിന് സമാനമായ ആക്രമണം നടത്തിയപ്പോൾ 3 വിമാനങ്ങൾ, എയർപോർട്ടിൽ കിടന്നിരുന്ന 3 വിമാനങ്ങൾ തകർന്നു പോയിരുന്നു. ഒപ്പം അവിടെ വലിയ ഗർത്തവും രൂപപ്പെട്ടു. അതോടുകൂടി റൺവേ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അന്ന് തന്നെ ഈ പറയുന്ന ഹൂത്തികൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ചെറുക്കുമെന്ന് ഇസ്രായേലും പറഞ്ഞു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറയുകയാണ്, ഞങ്ങൾ ഹൂത്തികൾക്ക് വമ്പൻ തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് സന. ഈ സന വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകാനായിട്ട് ഈ യമനീസ് ഗവൺമെൻറ് ഒരു വിമാനം നിർത്തിയിട്ടിരുന്നു. ഈ വിമാനത്തിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ പാസഞ്ചർ വിമാനത്തിലെ അവസാനത്തെ കണ്ണിയും മറ്റുപോയിരിക്കുന്നു. ഇനി യമന് പാസഞ്ചറെ കൊണ്ടുപോകാനായിട്ട് സ്വന്തമായിട്ട് വിമാനമില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ നീക്കം ഏതാണ്ട് ലക്ഷ്യത്തിലെത്തി. അവർ പറയുന്നത്, ഞങ്ങൾക്ക് നേരെ 48 മണിക്കൂറിനുള്ളിലാണ് തുടർച്ചയായിട്ട് ഈ ഹൂത്തികൾ ആക്രമണം നടത്തിയത്. അന്നേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഹൂത്തികൾ ഞങ്ങൾക്ക് വലിയ ബാധ്യതയാണ്, പ്രശ്നമാണ്. കാരണം ഒരു വശത്ത് ഇസ്രായേൽ പലസ്തീനുമായി ബന്ധപ്പെട്ട്, ഗസയുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണത്തിൽ ഇൻവോൾവ് ആയി നിൽക്കുകയാണ്. അവിടെ നിന്ന് അമേരിക്കയുടെ ഒരു പിന്തുണ പിൻവലിക്കൽ, അതുമായുള്ള സംഘർഷങ്ങൾ, ഗസയിൽ ഫുഡ് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിലെല്ലാം നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന ആക്രമണം ഈ യമൻ നടത്തുന്നതും. അപ്പോൾ യമൻ ഇങ്ങനെ ആക്രമണം നടത്തുകയും ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടും അമേരിക്ക യാതൊരു നിലപാടും സ്വീകരിച്ചില്ല, അല്ലെ നടപടി സ്വീകരിച്ചില്ല. കാരണം അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ പോലും ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി. അപ്പം നേരത്തെ ട്രംപ് വിചാരിച്ചത് ഹൂത്തികളെയൊക്കെ നിഷ്പ്രയാസം തകർക്കാമെന്ന്. പക്ഷേ കഴിഞ്ഞില്ല. അവരുടെ കയ്യിൽ അത്രയും ശക്തമായ ആയുധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ട്രംപ് യമനുമായിട്ടല്ലെ ഹൂത്തികളുമായിട്ടൊരു സമാന്തര ചർച്ച തന്നെ നടത്തി. ഈ ചർച്ചയിൽ പറഞ്ഞു, ഇനി അമേരിക്കയുടെ കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യില്ല. മാത്രമല്ല, ലോകത്ത് നിങ്ങൾ എന്തൊരു ഭീകര പ്രവർത്തനം നടത്തിയാലും ഞങ്ങൾ അതിൽ ഇടപെടില്ല. അതുകൊണ്ടാണ് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇക്കാലം അത്രയും നമ്മൾ കരുതിയത് ഇസ്രായേലിന് നേരെ എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ പ്രതിരോധിക്കുന്ന, പക്ഷെ അതിനെ തകർത്തു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു. അതുമാത്രവുമല്ല, ടെൽ അവീവിന് സമീപത്തെ വിമാനത്താവളത്തിനടുത്ത് ഈ മിസൈൽ വന്ന് വീഴുക എന്ന് പറയുന്നത് അവർക്ക് വലിയ ആഘാതമാണ്. ലോകത്തിന് മുന്നിൽ അവർ നാണം കെട്ടും. ഇതിന് തിരിച്ചടി കൊടുക്കുക അവരുടെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് സന എയർപോർട്ടിലേക്ക് അവർ ആക്രമണം നടത്തുന്നത്. ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകാൻ നിർത്തിയിട്ടിരുന്ന വിമാനം തകർന്നു. സന എയർപോർട്ടിൽ വലിയ കേടുപാട് സംഭവിച്ചു. ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ ആക്രമണം നടത്തുകയും ഈ റൺവേ ഉൾപ്പെടെ തകരുകയും ചെയ്തു. ഒരാഴ്ച മുമ്പാണ് റൺവേ വീണ്ടും പുനർനിർമ്മിക്കുകയും വിമാനങ്ങൾ പോകാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാക്കുകയും ചെയ്തത്. ഇനി UN-ന്റെ വിമാനമൊക്കെ വന്നാൽ മാത്രമല്ലേ സർവീസ് നടത്താൻ പറ്റൂ. അതെ, തീർച്ചയായിട്ടും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസിനെയും ഹൂത്തികളെയൊക്കെ ഏകദേശം ഒരു തീർപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഹമാസിന്റെ തന്നെ ഏറ്റവും ഒടുവിൽ വന്ന യഹ്യ സിൻവറിന്റെ സഹോദരനായി വന്ന മുഹമ്മദ് സിൻവറിനെയും ഇസ്രായേൽ തീർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഒരു അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, ഞങ്ങളതിൽ ഇടപെടില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും ഇസ്രായേൽ കൃത്യമായി നിലപാടെടുക്കുന്നു, ഭീകരതയെ വച്ച് വാഴിക്കില്ല. അതായത് ഇന്ത്യയുടെ അതേ നിലപാട് ഇസ്രായേലും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ പിന്തുണയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇസ്രായേലിന് എല്ലായ്പ്പോഴും സഹായം നൽകുന്നത് ഇന്ത്യയാണെന്നും ഇന്ത്യയെ തിരിച്ച് ഇസ്രായേൽ സഹായിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സഹായം ഏതാണ്ട് നിർത്തിവെക്കുന്ന നിലയിലെത്തി. എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിന്മാറണം, എങ്കിൽ മാത്രമേ അവിടെ യുദ്ധം നിർത്തി സമാധാനം കൈവരുള്ളൂ. ഇതാണ് അമേരിക്കയുടെ നിലപാട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത്, ഇപ്പോൾ യുദ്ധം നിർത്തിയാൽ ഞങ്ങൾക്ക് പിന്നീട് അവിടെ തിരിച്ചു കയറാൻ പറ്റില്ല. അപ്പോൾ ഗസയെ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യണം. അപ്പോൾ ആയുധം വേണ്ടേ? സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയെ
ഇന്ത്യയുമായിട്ടുള്ള ചില സഹകരണത്തിന് ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഇസ്രയേലിൽ ജൂതന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്നു. എന്തിനു വേണ്ടി? ഇന്ത്യൻ ആയുധങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ അവർക്ക് വേണം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നു എന്ന്. അപ്പോൾ താടെന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അതിനോട് കിടപിടിക്കുന്ന ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ, ചൈനയുടെ ഡ്രോണുകളെ, തുർക്കിയുടെ ഡ്രോണുകളൊക്കെ തകർക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ രാജ്യാന്തര പ്രശസ്തി കൈവന്നു. അങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചില ചർച്ചകൾ നടത്തിയത്. അങ്ങനെ അവിടുന്നുള്ള ഒഫീഷ്യൽ സംഘം ഇസ്രായേലിൽ നേരെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു എന്താ പറയുക നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടന്നു. അവർക്ക് ആയുധങ്ങൾ വേണം. അപ്പോൾ ഇന്ത്യ ആയുധങ്ങൾ നൽകാം. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആയുധങ്ങൾ എപ്പോഴൊക്കെ നിലയ്ക്കുന്നോ അപ്പോഴൊക്കെ സഹായവുമായി ഇന്ത്യ അടുത്തുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ പറയുന്ന പലസ്തീനിൽ ചെറിയ ആക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഹമാസ് കടുത്ത ആക്രമണം നടത്തി ഇറാൻ്റെ സഹായത്തോടെ. അന്ന് ജോ ബൈഡൻ ഭരണകൂടം അമേരിക്കയ്ക്ക് ഇസ്രായേലിന് നൽകേണ്ട ആയുധങ്ങളൊക്കെ തടഞ്ഞു വെച്ചു. അതായത് ഇവിടേക്ക് കൊടുക്കാനായിട്ട് ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. പക്ഷേ ഇപ്പോൾ അയക്കേണ്ട എന്ന് ജോ ബൈഡൻ തീരുമാനിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധങ്ങളില്ലാത്ത അവസ്ഥയും ഇറാൻ്റെ സഹായത്തോടെ ഹമാസ് ശക്തമായ ആക്രമണം നടത്തുന്ന സ്ഥിതിയും സംജാതമായി. ആ സമയത്ത് നെതന്യാഹു ഇന്ത്യയുമായി ബന്ധപ്പെടുകയും പ്രധാനമന്ത്രി മോദിയുമായി ചില ചർച്ചകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ഫോണിലൂടെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേലിന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ആയുധങ്ങളുമായി പോയ ഒരു കപ്പൽ ഫ്രാൻസിൽ ഉൾപ്പെടെ തടഞ്ഞു വെച്ചത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ കൊടുത്ത ആയുധങ്ങളാണ് പിന്നീട് ഇസ്രായേൽ ഉപയോഗിച്ചതെന്ന് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് പിന്നീട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അപ്പോൾ അതിനകത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ട്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആയുധങ്ങൾ അവിടെ കിട്ടണമെങ്കിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായി ഇസ്രായേൽ വരുന്നുണ്ട്. ഏകദേശം 150 കോടിയുടെ ആയുധങ്ങൾ ഇന്ത്യയുമായി ധാരണയിലെത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ആയുധ ഉൽപാദനത്തിലും ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളും ഒക്കെ വലിയ രീതിയിൽ വികസിക്കുകയാണ്. ആ സമയത്താണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേൽ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ നിന്ന് 150 കോടിക്കധികം 300 കിലോമീറ്റർ സ്പീഡിൽ വേഗതയുള്ള സൂപ്പർസോണിക് മിസൈലുകൾ അടക്കം ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായി ഇസ്രായേൽ വരുന്നു. ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ് എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ് അക്കാര്യത്തിൽ. കാരണം ഇസ്രായേലിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹായിക്കാൻ ഇന്ത്യ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരാവശ്യം വന്നാൽ ഓടിയെത്താൻ ഇസ്രായേലുമുണ്ട് എന്നുള്ള പരസ്പരമായ ധാരണയും സൗഹൃദവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചില കാര്യങ്ങളിൽ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി ഇന്ത്യയുടെ സഹായങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം. തറപ്പിച്ച് നമ്മൾ പറയുന്നില്ല, ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ഹൂത്തികളുടെ അല്ലെങ്കിൽ യമൻ്റെ ഏറ്റവും അവസാനത്തെ സനാ വിമാനത്താവളവും തകർത്തു എന്ന് പറയുമ്പോൾ ഇനി നൂന്ന് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണമാകുകയാണ് യമനും ഹൂത്തികളും എന്നൊക്കെ പറയുന്നത്. ഇനി ഹമാസിൻ്റെ കൂടി അപ്പോൾ ലാസ്റ്റത്തെ തലവനെയും തീർത്തു. ആര് തലവനായി വന്നാലും അവരെയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി രഹസ്യമായി മാത്രമേ ഇവർക്ക് തലവനായി വരാൻ പറ്റൂ. പരസ്യമായി വന്നാൽ ഇസ്രായേൽ അപ്പം തീർത്ത് കളയും. അതുകൊണ്ട് ഇനി ഹമാസിനെയും ഏകദേശം ഒതുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.